ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കെല്ലാവർക്കും ആവേ മരിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരനുഭവ സാക്ഷ്യമാണ്. എൻ്റെ അനുഭവ സാക്ഷ്യമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വില എത്രമാത്രമുണ്ടെന്ന് ദൈവം തമ്പുരാൻ എനിക്ക് മനസ്സിലാക്കിപ്പിച്ച് തന്ന ഒരു സാഹചര്യമാണ്, ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് 91 സങ്കീർത്തനം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, 23 സങ്കീർത്തനം, ഈ 4 പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ടാണ് കിടക്കുന്നത്. ഒരിടയ്ക്ക് എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംശയമാണ്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥനകളിൽ ദൈവം തമ്പുരാനെ, നീ, അവൻ, അവൻ്റെ ഇങ്ങനെയുള്ള പദങ്ങളാണ് ദൈവം തമ്പുരാനെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊരു തെറ്റായ രീതിയാണ്. കർത്താവിനെ കുറച്ചും കൂടി ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെ ഞാൻ സാധാരണ ചെറിയ ബൈബിളിൽ നോക്കിയപ്പം അവൻ, അവൻ്റെ, നീ എന്നൊക്കെയാണ് കണ്ടത്. പക്ഷേ നമ്മൾ പള്ളിയിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ബൈബിളില്ലേ, ചുമന്ന പുറംചട്ടയുള്ള ആ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കാണുന്നത് അവിടുന്ന്, അവിടുത്തെ, അങ്ങയുടെ, അങ്ങനെയൊക്കെ കുറച്ചുകൂടി ബഹുമാനത്തോടു കൂടിയാണ് ആ ബൈബിളിൽ ദൈവം തമ്പുരാനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പം, 91 സങ്കീർത്തനം ചൊല്ലുമ്പം, ഒരു ദിവസം ഞാനിങ്ങനെ മനഃപൂർവ്വം അത് തിരുത്തി ചൊല്ലി. 91 സങ്കീർത്തനത്തിൽ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും എന്നതിന് പകരം അവിടുന്ന് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന എൻ്റെ ദൈവവുമാകുന്നു എന്ന് തിരുത്തി ചൊല്ലി. അങ്ങനെ ആ 91 സങ്കീർത്തനം മുഴുവൻ ഇങ്ങനെ തിരുത്തി ചൊല്ലി. അതിനുശേഷം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ചൊല്ലി. അതും ഇങ്ങനെ തന്നെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അതിനുശേഷം വരുന്നത് കൃപ നിറഞ്ഞ മറിയമയാണ്. ശരിക്കും ആ സമയത്ത് എനിക്ക് മാതാവിനോട് വലിയ ഭക്തിയോ ആദരവോ ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന ഒരു ചിന്തയാണ്, മാതാവല്ലേ, ദൈവം തമ്പുരാന് കൊടുക്കുന്ന പ്രാധാന്യവും വിലയും ഒക്കെ മാതാവിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്ന് തോന്നിയിട്ട് ഞാൻ കൃപ നിറഞ്ഞ മറിയമേ ഇങ്ങനെയാണ് ചൊല്ലിയത്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് അങ്ങയുടെ കൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. പരിശുദ്ധ ദൈവമാതാവിനെ ഞാൻ അങ്ങെന്നോ അവിടുന്ന് എന്നോ ഒന്നും അഭിസംബോധന ചെയ്തില്ല. മറിച്ച് നീ, നിൻ്റെ, നിനക്ക് അങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ സാധാരണ 23 സങ്കീർത്തനം ചൊല്ലാറുള്ളത്. പക്ഷേ അന്ന് 23 സങ്കീർത്തനം ചൊല്ലാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ചൊല്ലി കിടന്നുകൊണ്ടിരുന്ന 23 സങ്കീർത്തനം, സുഹൃത്തുക്കളെ, അന്ന് ഞാൻ മറന്നുപോയി. എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ അത്ഭുതം നടക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ എനിക്ക് നേരിട്ട ഒരു സാഹചര്യമാണിത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഈ സങ്കീർത്തനം ഞാൻ മറന്നുപോയി. ഞാനിങ്ങനെ കട്ടിലിരുന്ന് പല പ്രാവശ്യം ശ്രമിക്കുകയാണ്. അതായത് എനിക്ക് ദിവസവും ഞാൻ ചൊല്ലി കിടക്കുന്ന ഈ സങ്കീർത്തനം ഞാൻ എങ്ങനെ മറന്നുപോയി. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, വരികൾ കിട്ടുന്നില്ല. ഞാൻ ആകെപ്പാടെ പരിഭ്രമിച്ചു പോയി. എന്തുകൊണ്ട് എനിക്ക് 23 സങ്കീർത്തനം ചൊല്ലാൻ സാധിക്കുന്നില്ല? ഞാൻ വിചാരിച്ചു ഇനി വല്ല പിശാചുകളും എൻ്റെ ചുറ്റിനും വന്ന് നിൽപ്പുണ്ടോ. അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ തിരിച്ച് കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലി. കൃപ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സമാധാനം, നമ്മുടെ കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അമ്മേ, മർത്തമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഈ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഇങ്ങനെ തിരുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം സുഹൃത്തുക്കളെ, എനിക്ക് 23 സങ്കീർത്തനം ഓർമ്മ വന്നു. ഞാൻ എന്നും അത്ഭുതം നടക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണിത്. അതായത് ഈ പ്രാർത്ഥന പരിശുദ്ധ ദൈവമാതാവിനെ നീ എന്നും നിൻ്റെയെന്നും അല്ലാതെ അവിടെ നിന്നും
അങ്ങെന്നും ബഹുമാനത്തോടെ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് 23-ാം സങ്കീർത്തനം ഓർമ്മ വന്നത്. അത് ദൈവം തമ്പുരാൻ എനിക്ക് നേരിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വില, പ്രാധാന്യം മനസ്സിലാക്കിപ്പിച്ച് തന്ന ഒരു സാഹചര്യമായിട്ട്, ഒരു സന്ദർഭമായിട്ട്, ഒരു സംഭവമായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. അതായത് ദൈവസന്നിധിയിൽ പരിശുദ്ധ ദൈവമാതാവിന് എത്രമാത്രം വിലയുണ്ട്, ദൈവം തമ്പുരാൻ എത്രമാത്രം മാതാവിനെ വില മതിക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണിത്. നീ പരിശുദ്ധ ദൈവമാതാവിനെ ബഹുമാനിച്ചില്ല എങ്കിൽ അങ്ങനെ ബഹുമാനിക്കാത്തവരുടെ പ്രാർത്ഥന പോലും എനിക്ക് കേൾക്കണ്ട. നീ 23-ാം സങ്കീർത്തനം ചൊല്ലണ്ട, എനിക്കത് കേൾക്കണ്ട. നീ മാതാവിനെ ബഹുമാനിക്കാത്തത് കൊണ്ട് നിൻ്റെ പ്രാർത്ഥന പോലും എനിക്ക് കേൾക്കണ്ട. അതാണ് ദൈവം തമ്പുരാൻ്റെ മനോഭാവം. അതെനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സംഭവമാണിത്. ഈ സംഭവം എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഇതിന് ശേഷം ആണ് എനിക്ക് പരിശുദ്ധ ദൈവമാതാവിനോട് കൂടുതൽ ഭക്തിയും സ്നേഹവും ആദരവും മധ്യസ്ഥവും ഒക്കെ കൂടിയത്. ഇതിന് ശേഷമാണ് എനിക്ക് ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ വില എത്രയാണെന്ന്, ദൈവം തമ്പുരാൻ എത്രമാത്രം പ്രാധാന്യം അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന്. ദൈവം തമ്പുരാൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവളായിട്ട് കരുതുന്നുണ്ട്. നമ്മളും ആരൊക്കെ ദൈവത്തെ വിശ്വസിക്കുന്നു, ആരൊക്കെ ദൈവം തമ്പുരാനെ ആരാധിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അവർ പരിശുദ്ധ ദൈവമാതാവിനെ ബഹുമാനിക്കണം, ആദരിക്കണം, വില മതിക്കണം എന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യാത്തവരുടെ പ്രാർത്ഥന പോലും കർത്താവിന് കേൾക്കണ്ട. അതാണ് ദൈവം തമ്പുരാൻ്റെ ഒരു മനോഭാവം. ഇത് എൻ്റെ ജീവിതത്തിലെ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു പരിശുദ്ധ ദൈവമാതാവിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോയ ഒരു സംഭവമാണിത്. അന്ന് എനിക്ക് മനസ്സിലായി, ആ രാത്രിയിൽ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ വില എന്താണെന്ന്. അതിനുശേഷം ഞാൻ മാതാവിനോട് കൂടുതൽ ഭക്തി കാണിക്കുകയും മധ്യസ്ഥത യാചിക്കുകയും അമ്മയെ കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിന് മാത്രം അനുഗ്രഹങ്ങളും നന്മകളും നേട്ടങ്ങളും സഹായങ്ങളും ഒക്കെ അമ്മ എൻ്റെ ജീവിതത്തിൽ നൽകി എന്നെ പിന്നീട് അനുഗ്രഹിച്ചു. ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ മാതാവിനോട് ബഹുമാനക്കുറവോ വിലക്കുറവോ മാതാവിന് അത്ര പ്രാധാന്യമില്ല എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു മാറ്റം വരാനാണ് ഈ അനുഭവ സാക്ഷ്യം. പരിശുദ്ധ ദൈവമാതാവിന് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട്, പ്രാധാന്യമുണ്ട്. ദൈവം തമ്പുരാൻ പരിശുദ്ധ ദൈവമാതാവിന് വലിയ വിലയും പ്രാധാന്യവും കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും അമ്മയ്ക്ക് വിലയും പ്രാധാന്യവും കൊടുത്തേ തീരൂ. ആരെങ്കിലും പരിശുദ്ധ ദൈവമാതാവിനെ വില കുറച്ച് കാണുന്നെങ്കിലോ പ്രാധാന്യം കുറച്ച് കാണുന്നെങ്കിലോ മാതാവിൻ്റെ വിലയെപ്പറ്റിയോ പ്രാധാന്യത്തെപ്പറ്റിയോ സ്ഥാനത്തെപ്പറ്റിയോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ എതിരഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അവരിത് കേട്ട് അവരും മാതാവിനോടുള്ള ഭക്തി കൂട്ടി പരിശുദ്ധ ദൈവമാതാവിൽ കൂടുതൽ ആശ്രയിച്ച് അതുവഴി ദൈവം തമ്പുരാൻ്റെ പ്രീതിക്ക് പാത്രമാവാൻ ശ്രമിക്കണം. അതുവഴി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളരെയധികം വളർച്ചയുണ്ടാവും. പരിശുദ്ധ അമ്മ കരുണയോടെ നിങ്ങളുടെ കൈപിടിച്ച് യേശു തമ്പുരാനിലേക്ക് നിങ്ങളെ അടുപ്പിക്കും. അമ്മയുടെ മധ്യസ്ഥതയും അമ്മയുടെ സാമീപ്യവും അമ്മയുടെ അനുഗ്രഹങ്ങളും നിങ്ങളെ വലിയ ഉന്നതിയിലെത്തിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.